ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് UAE സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കോർഫഗാൻ എന്ന സ്ഥലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കോർഫഗാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, റോഡിൻ്റെ രണ്ട് സൈഡിലും മലകളാണ്. ചെറുതും വലുതുമായ മലകൾക്കിടയിലൂടെയാണ് ഒരുപാട് ദൂരം ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്തത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു 5 ടണൽസിലൂടെ പാസ് ചെയ്തിരുന്നു. അതിലോരോന്നും കിലോമീറ്ററോളം ദൂരം വരുന്ന ടണൽസ് ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഷീസ് റെസ്റ്റ് ഏരിയയിലേക്കാണ്. ഇവിടെ റോഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മലകളും മറ്റേ സൈഡ് ഫുള്ള് ഇതുപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. കൂടുതലും ഫ്രൂട്ട്സും ടോയ്സും ഒക്കെ തന്നെയാണ് എല്ലാ കടകളിലും കണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലൈവായിട്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു കോണൊക്കെ വാങ്ങിയിരുന്നു. നല്ല ചുട്ടെടുത്ത കോണാണ് വാങ്ങിയത്. അതിനപ്പുറം സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇവിടം നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. ഈ സമയത്ത് ഒരു ചൂട് ചായ കിട്ടിയ അടിപൊളിയല്ലേ. അപ്പം ഞങ്ങളൊരു ചൂട് ചായയും സമൂസയൊക്കെ വാങ്ങി കഴിച്ച ശേഷം ഞങ്ങളിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കായിട്ട് ഇറങ്ങി. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഹെറിറ്റേജ് വില്ലേജിലേക്കായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഹെറിറ്റേജ് വില്ലേജ്. 2 മലകൾക്കിടയിലാണ് ഹെറിറ്റേജ് വില്ലേജ് ഉള്ളത്. പണ്ടത്തെ ഒരു ഓൾഡ് വില്ലേജ് ആണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ വില്ലേജിന് ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് കേട്ടോ. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് ഹെറിറ്റേജ് ഹണ്ടുകളുണ്ട്. ഇപ്പോഴും പഴമയുടെ ഭംഗിയിൽ തന്നെ എല്ലാവരും സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നത് നമുക്കിവിടെ കാണാനാവും. മുകളിലേക്ക് കയറുന്ന വഴിയിൽ കാണുന്ന ഈ ഹണ്ടുകളിലൊന്നും തന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. കാരണം എല്ലാവരും പൂട്ടിയേക്കായിരുന്നു. ഏറ്റവും മുകളിലുള്ള ഹണ്ടാണിത്. ഇതിൽ നമുക്ക് ഉള്ളിൽ കയറാനും കാണാനൊക്കെ പറ്റിയിട്ടോ. ഇവിടെ നിന്നും താഴേക്കുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോയത് കോർഫഗാൻ ബീച്ചിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ കോർഫഗാൻ ബീച്ച്. വളരെ പ്രസിദ്ധവും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് കേട്ടോ ഈ കോർഫഗാൻ ബീച്ച്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ്, പാരസീലിങ്, ജെറ്റ് സ്കൈ ഇതുപോലെയൊക്കെ. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഒരു ഐലാൻഡ് ഉണ്ട്. സ്നൂപ്പി ഐലൻഡ് എന്നാണ് പേര്. അപ്പോൾ അവിടേക്ക് നമുക്ക് ബോട്ടിലൊക്കെ പോകാനൊക്കെ പറ്റും. 20 ദിർഹംസ് ആണ് പെർ പേഴ്സണ് വരുന്നത് കേട്ടോ. ആ കാണുന്ന സ്ഥലത്താണ് ഇവിടുത്തെ പോർട്ട്. പത്തേമാരി സിനിമയില്ലേ, അതിൽ പറയുന്ന പോലെ പണ്ട് ആളുകളൊക്കെ വന്നിറങ്ങിയിരുന്നത് ഇവിടേക്കാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കോർഫഗാൻ ആംഫി തിയേറ്ററും വാട്ടർഫോളൊക്കെ ഉള്ളത്. അപ്പം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അവിടേക്കാണ്. ഇതാണ് കോർഫഗാനിലെ വാട്ടർഫോൾ. UAE തന്നെ ലാർജസ്റ്റ് വാട്ടർഫോളാണിത്. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് മലകളും ഓപ്പോസിറ്റ് സൈഡ് ബീച്ചും ആണ് ഉള്ളത്. ശരിക്കും നാച്ചുറലായിട്ട് തോന്നിക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മാൻമെയ്ഡ് വാട്ടർഫോളാണ് കേട്ടോ ഇത്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന് കാണുമ്പോൾ തോന്നില്ല. അത്രയും ഭംഗിയിലാണ് ഇവിടെ ഈ വാട്ടർഫോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അൽ സയ്യിദ് മൗണ്ടെയിൻ്റെ മുകളിൽ നിന്നുമാണ് ഈ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. രാത്രിയായാലും വാട്ടർഫോളിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ ഇരിക്കാനായി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതാണ് ഇവിടുത്തെ ആംഫി തിയേറ്റർ.
പണ്ട് ഷോസൊക്കെ നടന്നിരുന്ന സ്ഥലമാണ് കോർഫഗാനിലെ ആംഫി തിയേറ്റർ എന്ന് പറയപ്പെടുന്നു. വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ ഈ ആംഫി തിയേറ്റർ ഉള്ളത്. ഒരേ സമയം ഏകദേശം 3600 പേരെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പബ്ലിക് ഡേയ്സിൽ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടാണ് ആംഫി തിയേറ്ററിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചത്. ഈവനിങ് ടൈമിൽ ലൈറ്റ്സൊക്കെ വന്ന് കഴിയുമ്പോൾ ഇവിടം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കോർഫഗാനിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ടില്ലേ? നിങ്ങൾക്ക് കോർഫഗാനിൽ എവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. യുഎയിലുള്ളവരായാലും യുഎയിലേക്ക് ഇനി വരാനിരിക്കുന്നവരായാലും കോർഫഗാനിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. യുഎയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.